ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് റോസ്റ്റ് ചെയ്യാം. നല്ല പച്ച ചെമ്മീനാണ്. നമുക്കത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാം. ചെമ്മീൻ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ പുരട്ടി ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. നമുക്കിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ വേവുകയും ചെയ്യും. നല്ല കട്ടിയായി പോകത്തില്ല. നമുക്കിത് ഒരു 10-12 മിനിറ്റ് വെന്താൽ മതിയാവും. നമുക്കൊരു 6 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് 6 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ചെമ്മീൻ നമ്മൾ കുറച്ച് വെന്താൽ മതിയാവും. എന്നാൽ നല്ലപോലെ വേവും വേണം. നമുക്ക് ആ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ച് കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ട് അടച്ച് വേവിക്കാം. ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. നമുക്കൊരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ടും മുരിച്ചെടുക്കാം. അധികം മുരിയേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പോകുന്നത്. ചെമ്മീൻ്റെ ടേസ്റ്റ് പോകുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെയാവും. അത് നമുക്ക് കുറച്ച് അടച്ച് വേകുമ്പോഴത്തേക്ക് വേവുകയും ചെയ്യും, അതിൻ്റെ സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ അടച്ചിട്ട് ഒരു 6 മിനിറ്റ് സിമ്മിൽ വയ്ക്കാം. അപ്പം നമ്മുടെ ഇവിടെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. നമുക്ക് കുറച്ച് സവാളയും കൂടെ വഴറ്റി ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ആ പാനിൽ നിന്ന് അത് മാറ്റിയതിന് ശേഷം നമുക്ക് 2-3 സവാള ചെറുതായി അരിഞ്ഞ് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. ഒരു 2-3 സവാള വരെ നമുക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ് അതും കൂടെ വഴറ്റിയെടുക്കാം. ഈ പാനിൽ തന്നെ നമുക്ക് സവാളയിട്ട് ഇതിനകത്തും കുറച്ച് സവാളയ്ക്ക് വേണ്ടുന്ന ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിൻ്റെ കൂടെയും കൂടെ ചേർത്ത് സവാള വാടിയതിന് ശേഷം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. സവാളയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ്റെ കൂട്ടത്തിൽ ഈ കൂട്ടും കൂടെ ചേർക്കാം. ഇതിപ്പോൾ 2 സവാള 2.5 സവാളയേ ഉള്ളൂ. നമുക്ക് ചെറിയ സവാളയാണ്. 2-3 സവാള ചേർത്താലും അതിൻ്റെ ഗ്രേവി കൂടുതൽ കാണും. നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ആ ഉള്ളി വാട്ടിയതും ചെമ്മീൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും. കൂടുതൽ പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെമ്മീൻ ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെമ്മീൻ പൊരിച്ചിട്ട് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റും നല്ല മണവുമുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് വലിയ ചെമ്മീനായിരുന്നു. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം.